ദൈവത്തിന് സ്തോത്രം. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ ദൈവത്തെ പറ്റിയുള്ള ഒരു സമ്പൂർണ്ണ ദൈവശാസ്ത്രമാണ് കേവലം 10 വാചകത്തിൽ മറിയാം പ്രഘോഷിച്ചത്. ഒരു ടീനേജുകാരിക്ക് ദിവ്യ രഹസ്യങ്ങളെപ്പറ്റി ഇത്ര ഗഹനമായി ആഴത്തിൽ ചിന്തിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അതിനുള്ള ഉത്തരം മാലാഖയുടെ സംബോധനയും മറുപടിയുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലൂക്കോസ് 1:28 കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ലൂക്കോസ് 1:30 നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. 35-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയും സർവശക്തൻ്റെ അത്ഭുത ശക്തി നിഴലിടുകയും ചെയ്തപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ജ്ഞാനത്തിൻ്റെ ദിവ്യദൃഷ്ടി മറിയാമിന് ലഭ്യമായി, തുറന്നുകൊടുത്തു. അവൾക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്കും സഹദേന്മാർക്കും ബില്ലിഗ്രഹാം, C.S. ലൂയിസ് പോലുള്ള സുവിശേഷകർക്കും അന്തരംഗത്തിൽ അനന്തകൃപാ നദിയായി ദൈവം ഒഴുക്കിക്കൊടുത്തു. ഇപ്പോഴും അനേകരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവകൃപയുടെ മർമ്മവും പൊരുളുമൊക്കെ. ദൈവത്തെപ്പറ്റി 3 കാര്യങ്ങളാണ് മറിയാം പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി. 1, അവൻ സർവശക്തനാണ്. സർവശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വചനം ജഡമാകാൻ സ്വന്തം ശരീരം സവിനയം സമർപ്പിച്ച ജീവിക്കുന്ന സാക്ഷിയായി മേരി പറഞ്ഞു, എൻ്റെ ദൈവം സർവശക്തനാണ്. അത് ഞാനിപ്പോൾ എൻ്റെ ആത്മശരീര മനസ്സുകളിൽ അത്ഭുത യാഥാർത്ഥ്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്റ്റ് ഇൻ ആയ ആദ്യത്തെ ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം. 2, മേരി ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവം വിശുദ്ധനാണെന്നാണ്. 1:49 അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവത്തിന് വിശുദ്ധിയുണ്ട് എന്നല്ല, ഹോളി ഈസ് ഹിസ് നെയിം എന്നാണ് മേരി മാതാവ് പറയുന്നത്. എന്നിൽ നിന്ന് ജനിക്കുവാൻ പോകുന്ന ദൈവപുത്രനായ പ്രജ വിശുദ്ധനാണെന്ന ദേവദൂത് സ്വന്തം കാതുകളിൽ കേട്ടതിൻ്റെ സാക്ഷ്യമാണ് അവൾ അന്ന് പറഞ്ഞത്. ദൈവത്തെക്കുറിച്ചുള്ള മേരിയുടെ 3-ാമത്തെ പ്രസ്താവന അവൻ കരുണ നിറഞ്ഞവനാണെന്നാണ്. ലൂക്കോസ് 1:50 വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ കരുണ സാന്ത്വനവും സഹായവുമായി എല്ലാ പ്രതിസന്ധികളിലും ഒഴുകിയെത്തുമെന്നാണ് മറിയം നൽകിയിട്ടുള്ള പ്രത്യാശ സന്ദേശം.
ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ പ്രവർത്തികളെ പറ്റിയാണ് പിന്നീട് മറിയാം പറഞ്ഞത്. അതെന്തൊക്കെയായിരുന്നു? അവൻ എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുകയും ആശ്രയബോധത്തോടെ അപേക്ഷിക്കുന്നവരുടെ കൈയും ഹൃദയവും നിറച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ അനുഗ്രഹങ്ങൾ സ്വന്തം അവകാശമാണെന്ന ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെയോ ചിതറിച്ച് സിംഹാസനങ്ങളിൽ നിന്ന് മറച്ചിട്ട് വെറും കൈയോടെ പറഞ്ഞയക്കുന്നു. പഴയ നിയമ ചരിത്രത്തിൻ്റെ സംക്ഷിപ്ത സാക്ഷ്യമാണ് മറിയാമിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് രണ്ടാമതായി മറിയാം പറഞ്ഞത് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണെന്നാണ്. ലൂക്കോസ് 1-ാം അധ്യായം 54-55 വാക്യങ്ങൾ. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചു. ഉൽപ്പത്തി 3-ാം അധ്യായം അതിൽ ദൈവം പ്രവചിച്ച സർപ്പത്തിൻ്റെ തല തകർക്കുന്ന വിമോചകനായ സന്തതിയെ വഹിച്ചുകൊണ്ട് മറിയാം പറഞ്ഞു, വിശ്വസ്തനാണ് എൻ്റെ ദൈവം, വാക്കുമാറാത്തവനാണ് എൻ്റെ ദൈവം, വീഥിയിൽ കൂട്ടാളിയായി എന്നോടൊപ്പം വരുന്നവനാണ് എൻ്റെ ദൈവം, വിജയോത്സവമായി വഴി നടത്തുന്നവനാണ് എൻ്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലതകളും പ്രതിസന്ധികളും മരണവും ബാധയും നമുക്ക് ചുറ്റും തിരമാലകളും കൊടുങ്കാറ്റുകളുമായി ആഞ്ഞടിക്കുമ്പോൾ മേരി മാതാവ് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ശക്തനും വിശുദ്ധനും കരുണയുള്ളവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും തന്നെ സ്നേഹിക്കുന്നവരോട് തലമുറ തലമുറയായി കരുണ കാണിക്കുന്നവനുമായ ദൈവം നമുക്കുണ്ട്. അവനിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം, മനസ്സുറപ്പിക്കണം. അവൻ കരുണയുള്ള കരുതുന്ന ദൈവമാണ്. പ്രതിസന്ധികളിലൂടെ ഈ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. പ്രതിസന്ധികളെ അവസരങ്ങളും അനുഗ്രഹങ്ങളുമാക്കി മാറ്റാൻ കഴിയുന്ന കരുണാനിധിയായ ദൈവത്തെ നമുക്കും ഹൃദയപൂർവ്വം സ്തുതിക്കാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.